നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് വർദ്ധിക്കുന്ന ജനസംഖ്യയാണ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും തൊഴിലില്ലായ്മയടക്കം പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മാത്രം നമുക്കൊന്ന് പോലെയുള്ള പദ്ധതികളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. എന്നാൽ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് മാത്രം സംഘർഷങ്ങൾ ഉള്ള രാജ്യങ്ങളും ലോകത്തുണ്ട്. അതിലൊന്നാണ് തുർക്കി. ലോകത്തെ പ്രധാന ആയുധ നിർമ്മാതാക്കളാണ് തുർക്കിക്കാർ. നാറ്റോ അംഗരാജ്യമായ തുർക്കി സമീപകാലം വരെ അതിവേഗം വളരുന്ന രാഷ്ട്രമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോ സൈനിക സഖ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ളത് തുർക്കിയിലാണ്. ഈ കൂട്ടായ്മയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യം കൂടിയാണിത്. തുർക്കി സ്വീകരിക്കുന്ന നയങ്ങൾ അടുത്ത കാലത്ത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോര് മൂർച്ഛിച്ച വേളയിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നടപടി വിവാദമായിരുന്നു. ഇന്ത്യൻ കമ്പനികൾ തുർക്കിയുമായി ഉണ്ടാക്കിയ കരാറുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതും ചർച്ചയായി. എന്നാൽ ഇപ്പോൾ തുർക്കി നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നാണ് എന്ന് വേണം പറയാൻ. ജനസംഖ്യയാണ് തുർക്കിയിലെ പ്രധാന വിഷയം. വലിയ തോതിലാണ് തുർക്കിയിലെ ജനസംഖ്യ കുറയുന്നത്. ഏറെക്കാലമായി തുർക്കിയുടെ ഭരണം പ്രസിഡന്റ് ഉർദുഗാന്റെ AK പാർട്ടിക്കാണ്. പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും തുർക്കി ഉർദുഗാന്റെ കീഴിലായിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ടു എന്ന് വേണം പറയാൻ. ജനസംഖ്യ ഉയർത്താൻ വേണ്ടി പ്രത്യേക പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചുവെങ്കിലും ഫലം കണ്ടിട്ടില്ല. ജനസംഖ്യ കുറയുന്നു എന്നത് യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ തുർക്കിക്കുമുള്ളത്. പ്രായമേറിയവർ കൂടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടത്രേ. ഈ സാഹചര്യത്തിൽ ഓരോ സ്ത്രീകളും ചുരുങ്ങിയത് 3 കുട്ടികളെ പ്രസവിക്കണമെന്നാണ് ഉർദുഗാൻ ആവശ്യപ്പെടുന്നത്. 4ഉം 5ഉം കുട്ടികൾ ഉണ്ടായാൽ അത്രയും നന്ന് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉർദുഗാന് 4 കുട്ടികളാണുള്ളത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയായിരുന്നു ഒരു കാലത്ത് മിക്ക രാജ്യങ്ങളും ഭയന്നത്. സന്താനോൽപാദനം കുറയ്ക്കാൻ പദ്ധതി ആവിഷ്കരിച്ച ചൈന ഉൾപ്പെടെ അടുത്ത കാലത്ത് നയം മാറ്റിയത് യുവജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആശങ്കയിൽ നിന്നാണ്. ഇതേ പ്രതിസന്ധിയാണ് തുർക്കിയും നേരിടുന്നത്. 2025 കുടുംബ വർഷമായി ആചരിക്കുന്നതിന് പിന്നിലും ജനസംഖ്യ ഉയർത്തുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. ഇതിനുവേണ്ടി അടുത്ത 10 വർഷത്തേക്ക് പുതിയ പദ്ധതി ഒരുക്കുകയാണ് ഉർദുഗാൻ. 2001 തുർക്കിയുടെ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് 2.38 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 1.48 കുറഞ്ഞിട്ടുണ്ട് എന്ന് AFP റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളെക്കാൾ കുറവാണിത്. ഇത് വലിയ ദുരന്തമാണെന്ന് ഉർദുഗാൻ പറയുന്നു. മാത്രമല്ല യുദ്ധം നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണിതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മകൾ സുമയ്യ നേതൃത്വം നൽകുന്ന വനിതാ കൂട്ടായ്മയുടെ പരിപാടിയിൽ അടുത്തിടെ സംസാരിച്ചപ്പോഴും കൂടുതൽ പ്രസവിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഉർദുഗാൻ ചൂണ്ടിക്കാട്ടിയത്. അതിനിടെ 2 കുട്ടികൾ മതിയെന്ന നയം വിയറ്റ്നാം തിരുത്തുകയുണ്ടായി. ജനസംഖ്യ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനസംഖ്യാ നിയമത്തിൽ ഭേദഗതി വരുത്തിയ ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസ്സാക്കുകയുണ്ടായി. എത്ര കുട്ടികൾ വേണമെന്ന് കുടുംബങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് ഭേദഗതി ബില്ലിൽ പറയുന്നത്. 2009 2 കുട്ടി നയം വിയറ്റ്നാം നടപ്പിലാക്കിയത്. പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കും ഇടയിലായിരുന്നു ഇത് കർശനമായി നടപ്പിലാക്കിയിരുന്നത്.